ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഇലാസ്റ്റിക് ലിമിറ്റ്, ഹുക്സ് ലോയ്, 3 മോഡുലൈസ്, അതുപോലെ പോയിസൺ റേഷ്യോ ഇതൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റും ഈൽഡ് പോയിന്റും എന്താണെന്ന് നോക്കാം. There is a limiting value of force up to and within which the deformation completely disappears on the removal of force. The value of stress corresponding to this limiting force is known as elastic limit of material. നമ്മൾ ചില ഇലാസ്റ്റിക് മെറ്റീരിയൽസിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഒരു പരിധി വരെയുള്ള ഫോഴ്സ് ആണെങ്കിൽ അതിനൊരു ഡീഫോർമേഷൻ സംഭവിക്കും. എന്നിട്ട് ഈ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറും. ആ ഒരു ലിമിറ്റഡ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറമുള്ള ഒരു ഫോഴ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഏത് ഒരു പോയിന്റിൽ നിന്നാണോ ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈൽഡ് പോയിന്റിനപ്പുറം ഉള്ള ഒരു ഫോഴ്സ്, ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറമുള്ള ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ഈൽഡ് പോയിന്റിന് അപ്പുറത്തോട്ട് ഈ വസ്തു ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റിൽ ഫോഴ്സ് കൊടുക്കുന്നതിന് അനുസരിച്ചാണ് ഈ ഒബ്ജക്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിയുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, കൂടുതൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഈൽഡ് പോയിന്റ് കഴിഞ്ഞു പോകും ഒബ്ജക്റ്റ്. ആ സമയത്ത് പെട്ടെന്നുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവും ഈ ബോഡിയിൽ, കാരണം അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും. ആ ഒരു പോയിന്റിനെയാണ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വീണ്ടും ആ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരത്തില്ല. ഇനി നമുക്ക് ഹുക്സ് ലോ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിലാണ് ഒരു വസ്തുവെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും, അനുപാതികമായിരിക്കും. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ആ ഫോഴ്സിനെതിരായിട്ടുള്ള റിയാക്ഷനാണ് സ്ട്രെസ്. സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇപ്പം നമ്മളൊരു വസ്തുവിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വസ്തുവിന് ഡീഫോർമേഷൻ സംഭവിക്കും, അതിലൊരു സ്ട്രെസ് അനുഭവപ്പെടും. ആ സ്ട്രെസ്സിനനുസരിച്ചായിരിക്കും ആ ബോഡി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനിയും ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കഴിയുമ്പം എന്ത് സംഭവിക്കും? ആ വസ്തുവിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഡാമേജ് ആവും. ഇൻറ്റേർണൽ സ്ട്രക്ചർ ഡാമേജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും ആ വസ്തുവിൽ. പിന്നെ അങ്ങോട്ട് സ്ട്രെസ്സിനനുസരിച്ചായിരിക്കത്തില്ല സ്ട്രെയിൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ ഒരു വസ്തുവിലെ സ്ട്രെസ് എന്ന് പറയുന്നതും സ്ട്രെയിനും പ്രൊപ്പോർഷണലായിരിക്കും. ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഇനിയും ഈൽഡ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഈൽഡ് പോയിന്റ് വരെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേസമയം ഈൽഡ് പോയിന്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ല. അതായത് നമ്മൾ ആ ഫോഴ്സിനെ വിഡ്രോ ചെയ്താലും, എക്സ്റ്റേണൽ ഫോഴ്സിനെ വിഡ്രോ ചെയ്താലും ആ ഒരു വസ്തു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകത്തില്ല. ഇനി നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ഈ ബോളിൽ ഇലാസ്റ്റിക് ലിമിറ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണലാണ്. ഫോഴ്സിനനുസരിച്ച് തന്നെ ആ വസ്തു ചേഞ്ച് ആകുന്നുണ്ട്. ഇനി ഈ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്താലും ആ ഒരു വസ്തു പഴയ അവസ്ഥയിലേക്ക് മാറും. ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഹൈ ഫോഴ്സ്, ഇലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടിലും അപ്പുറമുള്ള ഒരു ഫോഴ്സ് നമുക്ക് ഈ വസ്തുവിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഫോഴ്സ് കൂടി ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിയുമ്പോൾ ഈ വസ്തുവിന് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകും. അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിന് ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ ചേഞ്ച് വരുന്നത്. ഈ സമയത്ത് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ല. ഈ സമയത്ത് ഈ വസ്തു പ്ലാസ്റ്റിസിറ്റിയാണ് കാണിക്കുന്നത്. ഇലാസ്റ്റിക് മെറ്റീരിയൽ പ്ലാസ്റ്റിക് മെറ്റീരിയലായിട്ട് മാറും. ഇനി ആ ഫോഴ്സ് റിമൂവ് ചെയ്താലും ഈ വസ്തു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരത്തില്ല, കാരണം അതിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്തതായിട്ട് 3 മോഡുലൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് യങ്സ് മോഡുലസ്, രണ്ടാമത്തേത് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്, മൂന്നാമത്തേത് ബൾക്ക് മോഡുലസ്. ഒന്നാമത്തെ
യങ്സ് മോഡുലസ് എന്താണെന്ന് നോക്കാം. The ratio of stress to strain within elastic limit is known as Young's modulus or modulus of elasticity. ഇപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് യങ്സ് മോഡുലസ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ കൊണ്ടാണ്. ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നട്ടിൽ അല്ലെങ്കിൽ ഒരു റിവറ്റിലൊക്കെ രണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് രണ്ട് സൈഡിൽ നിന്നും ഉള്ള രണ്ട് ഒബ്ജക്റ്റുകളെ ചേർത്ത് വെക്കുന്ന ഒരു ഭാഗമാണ് ഈ നട്ടും ബോൾട്ടും ഒക്കെ. അപ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റുകളും രണ്ട് സൈഡിലോട്ട് രണ്ട് ഡയറക്ഷനിലോട്ടും സെയിം ഫോഴ്സിൽ വലിയുന്ന സമയത്ത് ഈ ഒരു നട്ടിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഷിയർ സ്ട്രെസ്സിനെ ഷിയർ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി കിട്ടും. മോഡുലസ് ഓഫ് റിജിഡിറ്റി ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് ബൾക്ക് മോഡുലസ്. വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സസ് ഓഫ് ദി സെയിം ഇന്റൻസിറ്റി, ദി റേഷ്യോ ഓഫ് വോളിമെട്രിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ബൾക്ക് മോഡുലസ്. നമ്മളൊരു ഒബ്ജക്റ്റിൽ 3 ഡയറക്ഷനിൽ നിന്നും നീളത്തിലും വീതിയിലും ഹൈറ്റിലും 3 ഡയറക്ഷനിൽ നിന്നും എക്സ് വൈ ഇസഡ് ആക്സിസിൽ നിന്നും സെയിം ഫോഴ്സ് കൊണ്ട് അതിനെ സ്ട്രെസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള വോളിമെട്രിക് സ്ട്രെസ്സും വോളിമെട്രിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ടാണ്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും എന്തൊക്കെയാണെന്നും ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ഇനി നമ്മളുടെ ഈ 3 മോഡുലസുകളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 മോഡുലൈസ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസും ക്യാപിറ്റൽ ലെറ്റർ എൻ മോഡുലസ് ഓഫ് റിജിഡിറ്റിയും കെ ബൾക്ക് മോഡുലസും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മൂന്നിനെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇ ഈക്വൽ ടു 2n into 1 plus 1 by m equal to 3k into 1 plus 2 by m. അതിലെ ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസും എൻ മോഡുലസ് ഓഫ് റിജിഡിറ്റിയും കെ ബൾക്ക് മോഡുലസും ആണ്. ഇനി അതിൽ 1 by m എന്നുള്ളത് പോയിസൺസ് റേഷ്യോ ആണ്. പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് ഒക്കെ വലിച്ച് നീട്ടുവാണെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ലെങ്തിൽ ചേഞ്ച് ഉണ്ടായി, ലെങ്ത് കൂടി. അതേസമയം എൻ്റെ ഏരിയ എന്ത് സംഭവിച്ചു? കുറഞ്ഞു അല്ലേ? ഏരിയ വലിയുന്ന സമയത്ത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും, പക്ഷേ അതിൻ്റെ നീളം എന്ത് സംഭവിക്കും? കൂടും. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏരിയയിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നീളത്തിൽ അല്ലെങ്കിൽ ലെങ്തിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. അപ്പോൾ ആ ഒരു ലാറ്ററൽ സ്ട്രെയിനെ ലീനിയർ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയിസൺസ് റേഷ്യോ കിട്ടും. ഇത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിൻ്റെ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ നീളം കൂടുകയും ആ സമയത്ത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുകയും ചെയ്യും. ആ ഒരു റിയാക്ഷൻ എത്രമാത്രം ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് പോയിസൺസ് റേഷ്യോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.